പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്ന ഗസയിൽ ഇസ്രായേൽ ഇപ്പോൾ എങ്ങനെയാണ് ഹമാസിനെ നേരിടുന്നത് എന്നത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. ഈ യുദ്ധം ഇത്രയും നീണ്ടു നിൽക്കുകയും ഇനിയും ഒരുപാട് കാലം നീളുമെന്ന് IDF-നും ഇസ്രായേലിനുമൊക്കെ വ്യക്തമായി അറിയാം. എന്നിട്ടും ഈ യുദ്ധം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഒരു പ്രത്യേകമായ ആപ്പ് ഇപ്പോൾ ഇസ്രായേൽ സംവിധാനിച്ചിട്ടുണ്ട്. ഐന് വാലിദി എന്നറിയപ്പെടുന്ന ഒരു ആപ്പാണിത്. ഇത് AI അനുസരിച്ചാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ആപ്പ് എവിടെയാണോ ഹമാസിന്റെ ആളുകൾ പുറത്തേക്ക് വരുന്നത് എങ്കിൽ അവരെ കണ്ടെത്തുക എന്നതാണ് ഈ ആപ്പിന്റെ വളരെ പ്രധാനപ്പെട്ട ദൗത്യം. അതായത് ഏകദേശം 30,000-ഓളം ഹമാസിന്റെ ആളുകളുടെ ഒരുപക്ഷെ അവരുടെ ഫിംഗർ പ്രിന്റുകളാകാം, അല്ലെങ്കിൽ ഐ പ്രിന്റുകളാകാം, ഇങ്ങനെയുള്ള അവരെ തിരിച്ചറിയാൻ ആവശ്യമായ കാര്യങ്ങൾ ഇസ്രായേൽ അവരുടെ 37,000-ഓളം ആളുകളുടേത് ഈ ആപ്പിൽ നൽകിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എവിടെയെങ്കിലും സാധാരണക്കാർക്കിടയിൽ ഈ ഹമാസിന്റെ പോരാളികൾ പുറത്തേക്ക് വരികയാണെങ്കിൽ അവരെ അവിടെ വെച്ച് തന്നെ പെട്ടെന്ന് ആക്രമിക്കാനുള്ള സംവിധാനം AI അനുസരിച്ചുള്ള പുതിയ രീതിയാണ് ഇസ്രായേൽ ആവിഷ്കരിച്ചിട്ടുള്ളത്. അതനുസരിച്ച് ആളുകൾ സാധാരണക്കാര് ഇടയിൽ കൂടി നിൽക്കുകയാണെങ്കിലും അവർക്ക് നേരെ ആക്രമണം ഉണ്ടാകും. ആ ആക്രമണത്തിൽ 10-20 സാധാരണക്കാരായ സിവിലിയന്മാർ മരണപ്പെടുന്നു എങ്കിൽ അത് വിഷയമാക്കണ്ട എന്ന കാഴ്ചപ്പാടിലാണ് ഇപ്പോഴുള്ളത്. അതുപോലെ തന്നെ ഈ ഹമാസിന്റെ ലീഡർമാരായ ആളുകൾ എവിടെയെങ്കിലും പുറത്തിറങ്ങുകയാണെങ്കിൽ അവർക്ക് എതിരെ ഉടനെ തന്നെ ആക്രമണം ഉണ്ടായിരിക്കണം. അതിൽ ഒരു 100 ആളുകൾ, ഒരു 100 സിവിലിയന്മാരാണെങ്കിലും മരണപ്പെടുന്നതിൽ പ്രശ്നമാക്കണ്ട എന്ന രൂപത്തിലാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ കാഴ്ചപ്പാട്. ഈ രൂപത്തിൽ യുദ്ധം ദീർഘകാലം നീണ്ടു നിൽക്കുകയാണെങ്കിലും ഹമാസിന്റെ ആളുകളെ പതുക്കെ ഇല്ലാതാക്കാൻ സാധിക്കുമെന്നാണ് ഇസ്രായേലിന്റെ നിഗമനം. പക്ഷേ അത് ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ടുകൾ, ഇസ്രായേലിന്റെ IDF ചീഫ് സമീർ അദ്ദേഹം പറഞ്ഞ റിപ്പോർട്ടിൽ ഇതെല്ലാം ചോദ്യം ചെയ്യുന്ന പല രീതികളുമുണ്ട്. അദ്ദേഹം പറയുന്നത് ദീർഘകാലം സൈനിക നടപടി നടത്തിയാൽ പോലും ഇസ്രായേലിന്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കുമോ എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. 20,000-ലധികം വരുന്ന ഹമാസിന്റെ ആളുകൾ ഇപ്പോഴും നിലവിൽ പോരാട്ട രംഗത്ത് ഉണ്ട്. അതുകൊണ്ട് അവരെ കീഴ്പ്പെടുത്തണമെങ്കിൽ ദീർഘകാലം യുദ്ധം ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ഘട്ടത്തിൽ ധാരാളം സൈനികർ ആവശ്യമായി വരും. ഇപ്പോൾ സൈനികർക്ക് ഒരുപാട് പ്രതിസന്ധിയുണ്ട്. നമുക്കറിയാം, കരുതൽ സൈനികരിൽ പല ആളുകളും ഇപ്പോൾ യുദ്ധത്തിന്റെ ഈ ഒരു മനുഷ്യഹത്യ എന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഒരു മനുഷ്യത്വരഹിതമായ പല നീക്കങ്ങളും യുദ്ധത്തിൽ നടക്കുന്നത് കൊണ്ട് പല ആളുകളും അതിൽ നിന്ന്, അതായത് കരുതൽ സൈനികരായി നിൽക്കുന്ന ആ ഒരു രംഗത്ത് നിന്ന് പലരും രാജിവെച്ചിട്ടുണ്ട്. പുതിയ ആളുകൾ കടന്നു വരാൻ വിസമ്മതിക്കുന്നു. ഇതെല്ലാം ഇസ്രായേലിന്റെ മുന്നിൽ ഒരു സൈനിക തലങ്ങളിലുള്ള വലിയൊരു പ്രതിസന്ധിയായി നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പോരാട്ടം നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഇസ്രായേലിന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ കഴിയില്ല. അതേ സമയത്ത് ഇതൊരു പക്ഷേ മാസങ്ങളല്ല, വർഷങ്ങൾ ഇനിയും നീണ്ടു നിൽക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. കാരണം 18 മാസം കഴിയുമ്പോഴും ഭൂരിഭാഗം സ്ഥലങ്ങളും ഇപ്പോൾ ഹമാസിന്റെ അധീനതയിൽ, ഹമാസിന്റെ അധികാരത്തിൽ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് ഈ ദീർഘകാലം ഈ യുദ്ധം മുന്നോട്ട് പോകാം. ആ ഘട്ടങ്ങളിൽ ഇസ്രായേലിനുണ്ടാകുന്ന സൈനികരിലും അതുപോലെ തന്നെ സൈനിക സംവിധാനങ്ങളിലുമുള്ള പ്രതിസന്ധികൾ വലിയ രൂപത്തിലുള്ള ആഘാതമായി അത് മാറാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ ക്യാബിനറ്റിനും അതുപോലെ തന്നെ നെതന്യാഹുവിനും IDF-ന്റെ ചീഫ് വാണിംഗ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ നീക്കം ദീർഘകാലം പോയാലും അവിടെയുള്ള ആളുകളെ മുഴുവൻ കൊന്നൊടുക്കിയാലും യുദ്ധം തുടരെ കൊണ്ടുപോകുമെന്ന ഒരു രീതിയിൽ തന്നെയാണ് നെതന്യാഹു അടക്കമുള്ള ഇസ്രായേലിന്റെ നേതൃത്വം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും.